വീട് വിട്ട് നമ്മുടെ മക്കള് ഉപരിപഠനത്തിനായിട്ട് പോവാണ്. പലരോടും ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു ബാംഗ്ലൂർ ഡേയ്സ് ആണ്, ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് പല കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയും പറഞ്ഞ് അവർ വളരെ കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പഞ്ചാബിൽ എഗ്രികൾച്ചർ പഠിക്കാനായിട്ട് ഗുരുകാശി യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണ്. ഇങ്ങനെ പല കുട്ടികളും. ഇന്നലെ പാരന്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിനഗറിൽ കുട്ടിക്ക് ബിഡസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കിട്ടിയിരിക്കുകയാണ്, ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ്. പലരും പോവാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, മുഹമ്മദ് റിസ്വാൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ഇന്നലെ പറഞ്ഞു വിളിച്ചിട്ട് ഐസറിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അവന് കിട്ടിയത് തിരുവനന്തപുരം വിതുര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള IISER, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനൊക്കെയും കുട്ടികൾ പോവാണ് അല്ലേ. അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അവർ വെഞ്ചർ ഔട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. പുതിയ സുഹൃത്തുക്കളാണ് അവർക്ക് വരാൻ പോകുന്നത്. അതുപോലെ അവരുടെ അധ്യാപകർ പുതിയ ഒരു രീതികൾ, പ്രൊഫഷണലിസം എന്നാൽ എന്താണെന്ന് ഒരു മനസ്സിലാക്കുന്ന ബാലപാഠങ്ങൾ പഠിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ 15 കാര്യങ്ങളാണ് എനിക്ക് തോട്ട് പ്രോസസ്സായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സ്നേഹിക്കാനും കൂട്ടുപിടിക്കാനുമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ആൾക്കാരുടെ പോലെ വരില്ല ആരും. യു കനോട്ട് റീപ്ലേസ് യുവർ പാരൻസ്, ഫാദർ ആൻഡ് മദർ. അവർക്ക് നമ്മളോടുള്ള എൻ്റെ മകൻ, മോനെ, മോളെ എന്നുള്ളൊരു സ്നേഹവും വാത്സല്യവുമാണ്. ജനിച്ചു വളർന്ന് ഇത്രയും പ്രായം നമ്മളെ എത്രത്തോളം നല്ല രീതിയിൽ വളർത്തിയ പാരൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വരില്ല ബാക്കിയുള്ള ഒരു സ്നേഹവും എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആ കുട്ടിയെ ബോധവൽക്കരണം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ആളുമായി പരിചയപ്പെടുമ്പോഴും ഇടപഴകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? യു ഹാവ് ടു കീപ് 1 arm ഡിസ്റ്റൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. വളരെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇടപഴകുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു 1 arm ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ വെച്ചിരിക്കണം. ഒരു അകൽച്ച അവിടെ ഉണ്ടാവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഇടപഴകുന്ന ആൾക്കാരുടെ അടുത്ത് നോ എനി പാസ്റ്റ് ഡിസ്ക്ലോഷർ. നമ്മളുടെ പഴയ കഥകൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഞാൻ മണക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല മണമല്ല വരിക. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് പരമാവധി കുറയ്ക്കാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓട്ടവായ പോലെ പറയാതിരിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ദേ വിൽ മേക്ക് അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് യു. നമ്മളുടെ പാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മേൽ ആധിപത്യം വയ്ക്കാനുള്ള ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു ഡിസ്ക്ലോഷർ പാടില്ല. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യു ഹാവ് ടു ചെക്ക് യുവർ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ചെക്ക് ചെയ്യാൻ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ചെക്ക് ചെയ്യാൻ അവര് നിങ്ങളിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, പെൺകുട്ടികൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചു ഒരു പയ്യനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വെറുതെ പോയി ആ പയ്യനെ മീറ്റ് ചെയ്തു, ഫ്രണ്ടായി. പിന്നീട് അത് പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നു പെട്ടു എന്ന് പറഞ്ഞ് ആ കുഴിയിൽ ചാടി പെട്ടുപോയി സാറേ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ വി ഹാവ് ടു ചെക്ക് യുവർ ഫ്രണ്ട്ഷിപ്പ്. അവർ നമ്മളിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടണം. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ പോകുന്ന സ്ഥലത്തെ പറ്റിയാണ്. നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത് അല്ലേ?
അപ്പോൾ യു ഷുഡ് ബി പങ്ക്ച്വൽ. പങ്ക്ച്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട്. ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്, നാളെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ പഠിക്കുന്ന സമയത്ത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പീരീഡിലെ അസൈൻമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഈ അസൈൻമെന്റ് എഴുതിയിട്ട് എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ ടേബിളിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഉച്ചയ്ക്കലത്ത് ഊണ് കഴിക്കാൻ പോവുക. കാരണം 3/4 മണിക്കൂറുണ്ട്, അരമണിക്കൂറിനായിട്ടും കൂടുതൽ രീതിയിൽ ഞാനത് എൻ്റെ അസൈൻമെൻറ്റിന് വേണ്ടി റെഡിയാക്കി വയ്ക്കും. അത്രത്തോളം തീക്ഷ്ണതയോടുകൂടിയായിരുന്നു ഞാൻ പഠനത്തിനെ കണ്ടിട്ടുള്ളത്. 6ാമത്തെ പോയിൻ്റാണ് ബി ഡിസിപ്ലിൻഡ്. എന്താ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരെയും സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ എന്ന് പറയുന്ന വേർഡിന് അവർ കാണുന്ന ഒരു മാനമുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ചര്യയാണ്. ദിനം പ്രതി നിങ്ങൾ ചെയ്ത് തീർക്കും ചര്യകൾ. അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെങ്കിൽ മാത്രമാണ് റെഗുലാരിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. പീരിയോഡിസിറ്റി, റെഗുലാരിറ്റി. അങ്ങനെ റെഗുലർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസിപ്ലിൻഡ് ആയി എന്ന് പറയാനായിട്ട് പറ്റും. 7ാമത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഓൾ ആർ മൈ ഫ്രണ്ട്സ് ആൻഡ് നോ എനി എനിമി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം എനിക്കത് പഠിക്കുന്ന സമയത്ത് സീനിയേഴ്സ് ഭയങ്കരമായിട്ട് റാങ്കിങ് ഒക്കെ ചെയ്യുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. സീനിയേഴ്സിൻ്റെ നിന്ന് ചെകിടത്ത് അടി കിട്ടിയിട്ടുണ്ട്. സീനിയേഴ്സ് പല കാര്യങ്ങളും പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. സീനിയേഴ്സ് റൂമിൽ കയറി എൻ്റെ ഡ്രസ്സ് മുഴുവൻ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കും ഓൾ ആർ മൈ ഫ്രണ്ട്സ് ദർ ഈസ് നോ എനിമി എന്ന് പറയുന്നൊരു ആശയം. അതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഒരു പ്ലാസ്റ്റിക് ചിരിയാണ്. ആരെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ചിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്ലാസ്റ്റിക് ചിരി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളോട് ഗൗരവം വയ്ക്കുകയോ അവരെ ഒരു നോക്കുന്ന രീതിയിലോ ഒന്നും പാടില്ല. ചില ആൾക്കാരുണ്ട്, കണ്ടു കഴിഞ്ഞാൽ അടിയിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കും. അടിയിലേക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ മറ്റാൾ പകയ്ക്കും, അല്ലേ? അപ്പം അങ്ങനത്തെ രീതിയിലൊന്നും ബിഹേവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവരായിട്ടൊരു പ്ലാസ്റ്റിക് ചിരിയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. 8ാമത്തെ കാര്യം, നമ്മൾ പ്രോമിസ് കൊടുക്കുന്ന ഒരാളായിരിക്കണം. ആ പ്രോമിസ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബിടെക് പഠനത്തിനായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയം എൻ്റെ അമ്മ എൻ്റെ തല തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു, ഈ 4 കൊല്ലം ബിടെക് നീ പഠിക്കാനാണ് പോകുന്നത്, അവിടെ ഉഴപ്പാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മോൻ പോകുന്നത്. ഇപ്പം നീ +2 കഴിഞ്ഞിട്ടുള്ള 18 വയസ്സുള്ള ഒരു മകനാണ്. ഇനി നീ വരുന്നത് 22 23 വയസ്സായിട്ടുള്ള ഒരു യുവാവായിട്ടാണ് വരുന്നത്. അപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നിൽ വരുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ, മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം നിന്നെ എക്സ്പ്ലോർ. എൻ്റെ മോൻ നശിച്ചു പോകില്ല എന്ന് അമ്മയുടെ തല തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ തല തൊട്ട് സത്യം ചെയ്തു. അമ്മേ, 4 വർഷത്തെ ബിടെക് 4ാമത്തെ വർഷം മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞാൽ അമ്മയുടെ മോൻ തിരിച്ചു വരും. ആൻഡ് യു നോ, 1500 പിള്ളേരുള്ള ക്യാമ്പസിൽ വെറും 42 കുട്ടികളാണ് ഓൾ ക്ലിയർ ആയത്. അതിൽ ഏക മലയാളി എന്ന് പറയുന്നത് ഞാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ പ്രോമിസ് എന്ന് പറയുന്നത് വിൽഫുള്ളായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് 8ാമത്തെ പോയിന്റ്. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. യു ഹാവ് ടു കീപ്പ് യുവർ മണി, അല്ലേ? സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തേക്ക്, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ മാസവും 2000 രൂപയാണ് പോക്കറ്റ് മണി ആയിട്ട് അയച്ചു തരാം. ഈ 2000 രൂപ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമായിട്ടുള്ള കുളിക്കാനുള്ള സോപ്പ്, അതുപോലെ പഠിക്കാനുള്ള പുസ്തകം, പേന, പെൻസില്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതുപോലെ പുറത്തേക്ക് പോകാനുള്ള വണ്ടിക്കൂലി, അതുപോലെ അവിടേക്ക് പോകുമ്പോൾ ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ പറഞ്ഞു വന്ന പോലെ അന്ന് കാലത്ത് 2000 ആണെങ്കിൽ ഇന്ന് ചിലപ്പോൾ വല്ല 6000 7000 രൂപ ചിലവ് വന്നിട്ടുണ്ടാവാം പോക്കറ്റ് മണിയിലൊക്കെ.
ഞാൻ കൃത്യമായിട്ട് അതോ എത്രയാണെന്ന് അറിയുന്നില്ല. എങ്കിലും ഒരു ഊഹം വെച്ചിട്ട് ഒരു 6000 രൂപയ്ക്കും വേണ്ടി വരെ ഇരിക്കാം. ആ പോക്കറ്റ് മണി എന്ന് പറയുന്നത് പൈസ കിട്ടുമ്പോൾ ആ പൈസ നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിക്കണം. അല്ലാതെ സിഗരറ്റ് വാങ്ങിക്കുക, സിഗരറ്റ് വലിക്കുക, മദ്യം വാങ്ങിക്കുക, പൊട്ട രീതിയിലുള്ള കൂട്ടുകെട്ടുകളിൽ അകപ്പെടുക, ഇത്തരത്തിലുള്ള പ്രവണതകൾ ആ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾ നോക്കണം. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ് പ്രഷറിനെ കുറിച്ചിട്ടാണ്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ സീനിയേഴ്സ് മദ്യപാനം ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് മദ്യം കുടിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ ഇനി മദ്യപിക്കില്ല. അവർ മദ്യത്തിൻ്റെ കുപ്പി എടുത്ത് എൻ്റെ വായിൽ ഒഴിച്ചു. ഞാൻ കൊതറി ചാടി, ഞാൻ അതിന് തുപ്പി. വളരെ വൃത്തികെട്ട ഒരു ഒരു ലായിനി, ഇതൊക്കെ എങ്ങനെ മനുഷ്യർ കഴിക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോറി ഇഫ് ഐ ഹേർട്ട് സം വൺ. പക്ഷേ അന്ന് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു, എൻ്റെ മണവും കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ, സീനിയേഴ്സ് അപ്പൊ ചിരിച്ചു, അവര് പോയി. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബലമായിട്ട് പോലും ഞാൻ മദ്യം എൻ്റെ വായിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൊതറി ഓടിപ്പോയൊരു വ്യക്തിയാണ്. ശ്രദ്ധിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപത്ത് ഘട്ടങ്ങൾ പലതും ഉണ്ടാവും. നമ്മളത് ധൈര്യപൂർവ്വം തരണം ചെയ്യണം. ഇതന്നെ വേറൊരുത്തൻ അങ്ങനെ ചെയ്തിട്ടുള്ള വേറൊരുത്തനുണ്ട്, ആലപ്പുഴക്കാരനായിട്ടുള്ള ഒരുത്തൻ. അവൻ പിന്നെ കുടിയനായി മാറി. അപ്പൊ നമ്മൾക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവേചന ശേഷി നമുക്ക് ഉണ്ടാവണം. 11ാമത്തെ ന്യൂ ബാഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മകൻ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോയി ബാംഗ്ലൂർക്ക്, തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ചുണ്ടിൽ ഒരു ബ്ലാക്ക് കളർ. അമ്മയ്ക്കൊരു സംശയം, ഇവൻ സിഗരറ്റ് വലി തുടങ്ങിയോ എന്ന്. അപ്പൊ അമ്മ എന്നോട് ചോദിക്കുകയാണ്, മാഷേ ഇവന്റെ ലക്ഷണം കണ്ടിട്ട് സിഗരറ്റ് വലി തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്, ഇവനൊരു ചെറിയൊരു സ്മെല്ലുണ്ട് എന്നൊക്കെയും പറഞ്ഞു. അപ്പൊ ഇവനായിട്ട് കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ആള് നല്ല രീതിയിൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയിൻ സ്മോക്കറായിട്ട് മാറിക്കഴിഞ്ഞു. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള അംശം, നിക്കോട്ടിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്നുണ്ടോ സിഗരറ്റ് വലിക്കുന്നുണ്ടോ ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പാരൻസിന്റെ ഒരു മോണിറ്ററിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പല കാര്യങ്ങൾ ഇൻട്രോഗേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അവരിൽ നിന്ന് വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മക്കൾ തെറ്റുന്നുണ്ടോ, അവരുടെ സംസാരത്തിലോ അവരുടെ ഭാഷയിലോ അവരുടെ ഡ്രസ്സിങ്ങിലോ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ഡ്രസ്സിങ്ങിൽ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയും സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ അയച്ചു തരാൻ പറയുമ്പോൾ ഇവിടെ അയച്ചു തരും അല്ലേ. ഇന്ന് നീട്ട് ഡ്രസ്സ് ചെയ്താൽ ഞാൻ ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് 12ാമത്തെ കാര്യമാണ്, നിങ്ങളായിരിക്കുക. അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ കാട്ടായങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഡാവണിയൊക്കെ ഇട്ടിട്ടുള്ള തമിഴ് കുട്ടികളുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ ടീഷർട്ട് അല്ലെങ്കിൽ ടൈറ്റ്സ് ജീൻസ് ഒക്കെ ഇട്ട് നടക്കില്ലായി. അപ്പം അന്ന് കണ്ടിട്ടുള്ള ആ ഒരു ആത്മീയത അവരിൽ നിന്നും മാറി. ഒന്ന് ആലോചിക്കുക, നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ബോഡി സോൾ എല്ലാം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അതൊരു ദൈവികതയുടെ ഒരു ഭാഗം കൂടിയാണ്. അടുത്തത് 13ാമത്തെ കൾച്ചർ, നിങ്ങളുടെ കൾച്ചർ കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇഫ് യു ആർ നോട്ട് ഹാവിങ് എ കൾച്ചർ ദെൻ യു ആർ എ വൾച്ചർ എന്ന് പറയും. അതായത് നിങ്ങളുടെ കൾച്ചർ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞു തീർന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണ് അല്ലേ. അപ്പൊ നമ്മളുടെ കൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകണം. നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള പയ്യനാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ തറവാടിയായിട്ട് തന്നെ ബിഹേവ് ചെയ്യാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണുമ്പോൾ തന്നെ പറയും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ, നല്ലൊരു സ്ഥലമാണ് അല്ലേ. എവിടെയാ വീട്? ഒല്ലൂര്. നല്ലൊരു സ്ഥലം, ഒല്ലുക ഊര്, സ്നേഹിക്കുന്ന നഗരം അല്ലേ. അപ്പം അതേപോലെ നിങ്ങളുടെ ആ ഒരു കൾച്ചർ നിങ്ങളുടെ കയ്യിലുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊന്നും അടിയറവ് വയ്ക്കാൻ പാടില്ല. 14ാമത്തെ പോയിന്റാണ്, സ്റ്റേ കണക്റ്റഡ് വിത്ത് യുവർ പാരൻസ് ആയിട്ട് നിരന്തരം ഫോൺ ചെയ്യുക, സംസാരിക്കുക. നിങ്ങൾക്ക് വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ മൂഡ് സ്വിങ്സോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ജന്മം നൽകിയ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ പറയണം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പോട്ടെ മോളെ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്ന പാരൻസ് എത്ര പേരുണ്ട്
എൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു 10 മണി വരെയുള്ള ടൈം പീരീഡ് പഠിക്കാൻ പറ്റില്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹളും പിള്ളേരൊക്കെയാണ്. അത് കഴിഞ്ഞ് 10 മണി കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ റൂമിൽ ലൈറ്റ് ഇട്ട് പഠിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറയും ഇവിടെ മനുഷ്യന്മാർക്ക് ഉറങ്ങണ്ടേ, ലൈറ്റ് ഒന്നും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുറത്തിരുന്ന് കൊതുകടി കൊണ്ട് പഠിച്ചിട്ടുള്ള കാലഘട്ടമുണ്ട്. ഇപ്പോഴും ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും. പാതിരാത്രി പുറത്ത് മഞ്ഞും കൊണ്ടിരുന്ന് പഠിക്കുക അത്ര സുഖമുള്ള പരിപാടിയല്ല. എങ്കിൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പഠിച്ചത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, അതായത് നമ്മൾ പലപ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ന്യായീകരിക്കും. ഒരിക്കലും ന്യായീകരിക്കാതിരിക്കുക. നമ്മൾക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ മനുഷ്യനാണ്, തെറ്റുപറ്റി എന്ന് പറയാം. തെറ്റ് പറ്റാത്തവരായി ആരുണ്ട് എന്നല്ലേ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കണം, സോറി എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് 3 ലെറ്റർ വേർഡ് ഈഗോ നമ്മൾ അനുവദിക്കാതിരിക്കാൻ പാടില്ല. നിങ്ങളെല്ലാ കാര്യങ്ങളിലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുക, ട്രാൻസ്പാരൻ്റ് ആവുക. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലൈഫ് ഭയങ്കര സ്മൂത്താണ്, റിലാക്സ്ഡ് ആണ്. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഞാൻ കാലത്തൊട്ട് വൈകുന്നേരം വരെ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്, ടൈം ടേബിൾ പോലെ പണിയെടുക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നു പറഞ്ഞു, ഒരാളോടും ദേഷ്യമില്ല, പകയുമില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല, ഹാപ്പി ലൈഫ്. അതാണ് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഒരു കാര്യവും മനസ്സിൽ വെച്ച് പകയോ ദേഷ്യമോ ഒന്നും വേണ്ടടോ. അപ്പം തന്നെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് 15 പോയിന്റ്സ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. എല്ലാവരും ഇതിൻ്റെ ഭാഗം ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇതുപോലെ തന്നെ സ്കൂളിലേക്കും പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ, അവർ ഇതുപോലെ കോളേജിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. ഇനി കുറേ തോട്ട്സ് ഉണ്ടാവും, പേഴ്സണലൈസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. കൗൺസിലിംഗ് ഞാൻ റെഡിയാണ്. അപ്പോൾ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൗൺസിലിങ്ങിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ നമ്മളുടെ പ്രാക്ടിക്കാലിറ്റി നോളേജ്, ഇങ്ങനൊരു സംഭവം വന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഓഫ്ലൈനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു കൗൺസിലിംഗ് സെഷൻ നമുക്ക് ബുക്ക് ചെയ്ത് ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.